ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലുകളിൽ ഏറ്റവും പ്രാധാന്യം നൽകുന്നത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അത് മനുഷ്യനാണ്. അവൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും കഥകൾ പറയുമ്പോഴും ഓരോ ശാസനകൾ നടത്തുമ്പോഴും ഒക്കെ അതിൻ്റെ അകത്ത് മനുഷ്യന് പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ക്രിസ്തു മതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സഹോദര സ്നേഹമാണ്. ഇന്ന് നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നതും അതല്ലേ. ഈ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയകളിൽ കൂടി മനുഷ്യരെ കളിയാക്കുന്നത് വല്ലാതെ കൂടുന്നുണ്ട്. സ്വയം നന്മമരങ്ങളാകുവാൻ വേണ്ടി മറ്റുള്ളവരെ അങ്ങ് മോശമാക്കുക എന്നത് ഒരു വല്ലാത്ത ഒരു പതിവായിട്ട് മാറുന്നുണ്ട്. അനൂപ് കൃഷ്ണ എന്ന് പറയുന്ന ഒരു യുവ ഡോക്ടർ കേരളത്തിലെ അറിയപ്പെടുന്ന ഓർത്തോ സർജനാണ്. വളരെ മാന്യമായി പെരുമാറുന്ന, സഹജീവികളോട് കരുണയോടുകൂടി ഇടപെടുന്ന ഒരു ഡോക്ടറാണ്. ഈ ദിവസം ആത്മഹത്യ ചെയ്യുകയുണ്ടായി. മറ്റൊന്നും കൊണ്ടുമല്ല, അദ്ദേഹം സർജറി ചെയ്ത ഒരു കുഞ്ഞ് മരിച്ചുപോയി. അതിന് അദ്ദേഹത്തിൻ്റെ കുഴപ്പമാണെന്ന് പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിലും വാട്സപ്പിലും യൂട്യൂബിലും ഒക്കെ വീഡിയോകളും കമൻറ്റുകളും ഇട്ട് അദ്ദേഹത്തെ നിരാശയിലേട്ടാക്കി അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ്. അതിന് പിന്നിലുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം അറിയുവാൻ സാധിച്ചത് എങ്ങനെയാണ്? ആ കുഞ്ഞ് ജന്മന ഹൃദയ തകരാറുള്ളതാണ്. ഒത്തിരി ആശുപത്രിയിലൊക്കെ ചെന്നു, ഡോക്ടർമാരൊക്കെ കൈവഴിഞ്ഞു. ഈ ഡോക്ടർ ഒരു ദീനാനുകമ്പ തോന്നി ഓപ്പറേഷൻ ചെയ്യുന്നതാണ്. അദ്ദേഹത്തിൻ്റെ നന്മയുടെ മനസ്സിലാകാതെ അദ്ദേഹത്തെ എല്ലാവരും കുറ്റം പറയുമ്പോൾ അദ്ദേഹത്തിന് ജീവിക്കുവാൻ സാധ്യമല്ലാതെ വരികയാണ്. ഓർക്കുക, ഇത്ര പഠിത്തമുണ്ടായിട്ടും അദ്ദേഹം ആത്മഹത്യ എന്നുള്ള മാർഗം തിരഞ്ഞെടുക്കുന്നത് അതൊരു തെറ്റ് തന്നെയാണ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ നല്ല മനസ്സിനെ നമ്മൾ കാണാതെ പോകുന്നു. ഒരു കാര്യം അതിനോടൊപ്പം പറഞ്ഞുകൊള്ളട്ടെ, ആത്മഹത്യ എന്ന് പറയുന്നത് ഒന്നിനും പരിഹാരമല്ല. ജീവിതത്തിൽ പ്രതിസന്ധികളും തിരിച്ചടികളും ഉണ്ടാകുമ്പോൾ ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളതല്ല, മറിച്ച് പൊരുതി ജീവിതം നേടുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ മുമ്പിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നത്. ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർ വിശന്നപ്പം വയലിൽ നിന്ന് കതിർമണികൾ പറിക്കുമ്പോൾ കൂടെ നടന്നവരൊക്കെ വിമർശിക്കുന്നുണ്ട്, ഇവർ മോഷണമാണ് ചെയ്യുന്നത്. ക്രിസ്തു പറയുന്നു, ഇതെങ്ങനെയാണ് മോഷണമാകുന്നത്? ഇവർക്ക് വിശന്നപ്പോൾ അവർക്ക് ആവശ്യത്തിനുള്ള അല്പ ആഹാരം എടുത്തു, അതിലെങ്ങനെയാണ് മോഷണമുണ്ടാകുന്നത്? ഒരു പക്ഷേ ചിന്തിച്ചേ, മോഷണം നടത്തുന്നത് നമ്മളല്ലേ? ഭക്ഷണം വേസ്റ്റാക്കുമ്പോൾ അത് മറ്റൊരുവൻ്റെ ഭക്ഷണം മോഷ്ടിച്ചെടുക്കുകയാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് എന്തുകൊണ്ടാണ് നമുക്കില്ലാത്തത്? അമിതമായി സമ്പത്ത് നമ്മൾ കൂട്ടിവെക്കുമ്പോൾ അത് മറ്റൊരുവൻ്റെ സമ്പത്ത് മോഷ്ടിക്കുന്നതാണെന്ന് എന്താണ് തിരിച്ചറിയാത്തത്? കൈക്കൂലി വാങ്ങിക്കുമ്പോൾ അതൊരു മോഷണമാണെന്ന് എന്താണ് തിരിച്ചറിയാത്തത്? അഴിമതിയുടെ മോശം പിടിച്ച കഥകളുണ്ടല്ലോ. മന്ത്രിമാരും അത് ഏത് പാർട്ടിയെന്നില്ല, അഴിമതിയുടെ കാലഘട്ടത്തിൽ കൂടെ പോവുകയാണ്. അഴിമതി ഒരു കള്ളത്തരമാണ്, ഒരു മോഷണമാണ് എന്ന് എന്തുകൊണ്ടാണ് തിരിച്ചറിയാത്തത്? അപ്പം ക്രിസ്തു പറയുന്നു, ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാകുന്നതിനുള്ള കാരണം മനുഷ്യൻ്റെ മനോഭാവമാണെന്ന് തന്നെയാണ്. ഈ കേരളത്തെ പറ്റിയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ആൾക്കാർ ചർച്ച ചെയ്യാറുണ്ട്. മധു എന്ന ചെറുപ്പക്കാരനെ വിശന്നതിൻ്റെ പേരിൽ കെട്ടിയിട്ട് കൊന്നതിന് ശേഷമാണ് ഇതുപോലെയുള്ള ദുരിതങ്ങളൊക്കെ ഉണ്ടായതെന്ന്. എനിക്കറിയത്തില്ല അതിൻ്റെ വാസ്തവം എന്തെന്ന്. എങ്കിലും ആ ചെറുപ്പക്കാരനോട് നമ്മൾ കാണിച്ചത് നീതിയാണോ എന്ന് നാം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. പഴയ കാലഘട്ടത്തിൽ അമ്മച്ചിമാരൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അയൽവക്കത്തെ വീട്ടിൻ്റെ മുകളിലേക്ക് നോക്കുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. മറ്റൊന്നുമല്ല അവർ നോക്കുന്നത്, അവരുടെ അടുപ്പിൽ നിന്ന് പുക വരുന്നുണ്ടോ എന്നുള്ളതാണ്. പുക വരുന്നില്ല എങ്കിൽ ഈ അമ്മമാർക്കറിയാം അയൽവക്കത്തെ വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യുന്നില്ല, അവിടെ എന്തോ ബുദ്ധിമുട്ടുണ്ട് എന്ന്. അവിടെ ചെന്ന് ചോദിക്കും, എടി മറിയാമോ, എടി ജാനകിയെ, നിൻ്റെ വീട്ടിൽ എന്താണ് ഇന്ന് പുകയാത്തതെന്ന്. അപ്പോൾ അവർ പറയും, അച്ചായന് വയ്യ, അതുകൊണ്ട് അരിയില്ല എന്ന്. ഉടൻ തന്നെ ഈ അമ്മച്ചി തൻ്റെ മടിയിൽ നിന്ന് അരിയെടുത്ത് അവർക്ക് ഭക്ഷണത്തിന് കൊടുക്കുകയാണ്. ഇതാണ് ക്രിസ്തു കാണിച്ചു തന്ന സ്നേഹത്തിൻ്റെ മാതൃകകളിൽ ഒന്ന് എന്ന് ഓർപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ടാണ് തമ്പുരാൻ പറയുന്നത്, ഈ ശബത്ത് എന്നൊക്കെ പറയുന്നത് വലിയ പ്രാധാന്യമുള്ളതാണ്, മതത്തിൻ്റെ നിയമങ്ങളെന്ന് പറയുന്നതും പ്രാധാന്യമുള്ളതാണ്. എന്നാൽ അതിനേക്കാൾ ഒക്കെ വലിയതാണ് മനുഷ്യനെന്ന് ക്രിസ്തു പഠിപ്പിക്കുന്നത്. ശ്രീബുദ്ധൻ പറയുന്നത് ഇങ്ങനെയാണ്, ഈ ലോകത്തിലുള്ള എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങൾ കൊണ്ട്
ഒരു ത്രാസിൻ്റെ തട്ടിൽ വെച്ചിട്ട് അപ്പുറം ഒരു കൊച്ചു കുഞ്ഞിനെ വെച്ചാലും ആ കൊച്ചു കുഞ്ഞിന് തന്നെയാണ് കൂടുതൽ പ്രാധാന്യമെന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ മതത്തിൻ്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ പേരിൽ പരസ്പരം പോര് വിളിക്കുമ്പോൾ മനുഷ്യൻ പരാജയപ്പെടുകയാണ്. UP-യിൽ കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞു മോളോട് ചെയ്ത ക്രൂരകൃത്യം, അതിനെ മൂടി വെക്കുവാൻ വേണ്ടി അധികാരികൾ കാണിച്ച ത്വര, ഇതൊക്കെ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. വാളയാറിൽ നടന്നതും അതുപോലെ തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് സ്നേഹത്തിൻ്റെ ഒരു ലോകം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നതും മനുഷ്യൻ്റെ പ്രാധാന്യത്തെ പറ്റിയാണ്. മനുഷ്യൻ അത് വലിയ മഹത്തരമായ ഒരു വാക്കാണ്. ഗാന്ധി ജയന്തി ഒരിക്കൽ കൂടി നമ്മൾ ആചരിച്ചുവല്ലോ. മഹാത്മാഗാന്ധി ഭാരതത്തിനും ലോകത്തിനും നൽകുന്ന ഏറ്റവും വലിയ സന്ദേശവും അതുതന്നെയാണ്. സ്നേഹത്തിൻ്റെ, കരുണയുടെ, ത്യാഗത്തിൻ്റെ ഒരു ലോകം. അത് ഉണ്ടാകുമ്പോൾ നമ്മൾ മുകളിലേക്ക് തന്നെ ഉയരും. ദൈവം അനുഗ്രഹിക്കട്ടെ.